ശ്രീ രാഹുൽ ഈശ്വർ, അത്ര നിഷ്കളങ്കമോ യാദൃച്ഛികമോ ആയ പ്രവൃത്തിയല്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ? രോഹിണിജി, എനിക്ക് തോന്നുന്നു ഡോക്ടർ മോഹൻ വർഗീസ് സാറ് പറഞ്ഞതിന്റെ 99% നമ്മുടെ എല്ലാ മലയാളികളും അംഗീകരിക്കും. അദ്ദേഹം പറഞ്ഞാണ് അതിന്റെ ഫാക്ട്. ഞാനത് ആദ്യ ദിവസമേ പറഞ്ഞിരുന്നു. അതായത് അഫ്രീദിയെ വിളിക്കാൻ പോയ ആ വ്യക്തി, കൂടെ നിന്ന് സംസാരിക്കുന്ന വെള്ള ഷർട്ടിട്ട വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് പറയണമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് പറയാത്തത്. ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി. അപ്പം അവര് അന്ന് തന്നെ പറഞ്ഞു, എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അടുത്ത ഒരു സെലിബ്രിറ്റിയെ കണ്ടു, ഒപ്പം വിളിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ സംഘടനയിലെ ആൾക്കാർ ഞങ്ങൾ അങ്ങോട്ട് നിന്ന് വിളിച്ചതല്ലെന്ന് പറയുന്നത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ വലിയൊരു അപ്രോർ ഉണ്ടായി, വലിയ വിമർശനം ഉണ്ടായി. അപ്പൊ ഇവരൊക്കെ സാധാരണക്കാരാണ്, ഇവരെങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിൽ ഒന്നും പെടുന്നവരല്ല. അപ്പൊ അവർ കള്ളം പറയുകയോ അല്ലെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആരും വിളിച്ചില്ല, ഒരു വിവാദം ഉണ്ടാകുന്നതിന് മാറി നിൽക്കുകയോ ചെയ്തതാണ്. പ്രത്യേകിച്ച് അതിലെ പെൺകുട്ടികളടക്കം പല ആൾക്കാരും ഉണ്ട്. ഈ ക്യൂബ എന്ന് പേരേ ഉള്ളൂ. അതിന്റെ ടോപ്പിലിരിക്കുന്നവരെ നിങ്ങൾ വ്യക്തിപരമായി അന്വേഷിച്ചാൽ 1-2 നല്ല വലതുപക്ഷക്കാരോ അല്ലെങ്കിൽ ദേശീയവാദികളോ ഒക്കെയാണ് ആ ക്യൂബയുടെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ. പാകിസ്ഥാനിൽ എന്ത് പറ്റിയെന്നവർ പറഞ്ഞാൽ ഷാഹിദ് അഫ്രീദിയുടെ നിലപാടുകളോടെല്ലാം നമുക്ക് വിയോജിപ്പാണ്. ഞാൻ മെയ് 13 ഷാഹിദ് അഫ്രീദിയെ കാര്യമായി കളിയാക്കി ഒരു വീഡിയോ ചെയ്തിരുന്നു. ദേശീയ മാധ്യമങ്ങളടക്കം ഷാഹിദ് അഫ്രീദിയെ ട്രോൾ ചെയ്തിരുന്നു. കാര്യം ഷാഹിദ് അഫ്രീദി പാകിസ്ഥാൻ വിജയിച്ചു എന്ന് പറഞ്ഞൊരു റാലി നടത്തി. പാകിസ്ഥാൻകാർ പോലും ഒരു കോമഡി ആയിട്ടായിരിക്കും കണ്ടു കാണുക. കാര്യം ഇന്ത്യക്കാണ് മേൽക്കൈ കിട്ടിയെന്ന് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാന്റെ എയർ ബേസുകൾ വരെ നമ്മൾ തകർത്തു, എന്നിട്ട് പാകിസ്ഥാൻ ജയിച്ചു എന്ന് പറഞ്ഞ് ഒരു റാലി നടത്താൻ ഷാഹിദ് അഫ്രീദിക്ക് വല്ലാത്തൊരു എന്താ പറയണേ, കപട രാജ്യസ്നേഹമാണ് അല്ലെങ്കിൽ കപട ദേശീയതയാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. അങ്ങനെ ഒരു വീഡിയോയും ചെയ്തിരുന്നു. പക്ഷേ ഷാഹിദ് അഫ്രീദി അപ്പുറത്ത് ഒരു ഗിന്നസ് പരിപാടിക്ക് വന്നു. മുൻകൂട്ടി കണ്ടതല്ല, ഇവർ പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ പരിപാടിക്ക് കൂടെ കയറാമെന്ന് പറഞ്ഞു. ഷാഹിദ് അഫ്രീദി വന്നു. കേരളത്തിലെ ഫുഡൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഷാഹിദ് അഫ്രീദി കഴിച്ചിട്ട് പോലും കാണില്ല. ഒരു മര്യാദയ്ക്ക് വേണ്ടി ആണെന്ന് പറഞ്ഞു, ബൈ പറഞ്ഞു, പോയി. ഇത്രയേ സംഭവിച്ചുള്ളൂ. അപ്പൊ ഇതിന് നേരത്തെ മോഹൻ സാർ പറഞ്ഞതുപോലെ ഔചിത്യക്കുറവുണ്ട്, ഇനപ്രോപ്രിയേറ്റ് ആണ് എന്നൊന്നും പറഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ ഇവരുടെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണമെന്നൊക്കെയുള്ള മുറവിളികൾ വന്നപ്പോൾ അവർ പേടിച്ചു പോയതാണ്. കാര്യം അവർ കുട്ടികളും ഭാര്യയും ഒക്കെ ആയിട്ട് അവിടെ ജീവിക്കുന്ന വെറും സാധാരണക്കാരാണ്. അവരുടെ ജോലിക്ക് ജീവിതത്തിന് ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് പേടിച്ച് അവരെങ്ങനെ പറഞ്ഞാണ്. അതിനപ്പുറം ഒന്നുമില്ല. ഇനി ഒരു കാര്യം കൂടെ, മതം വേറൊന്നും കൊണ്ട് പറയുന്നതല്ല, ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട് പറയുന്നതാണ്. പോയ 2 പേരും ഹിന്ദുക്കളാണ്. അവര് പ്രത്യേകിച്ച് ഒന്നും ആഴത്തിൽ ചിന്തിച്ചിട്ടുമില്ല. ഈ പോയ 2 ആൾക്കാരും നമ്മുടെ ശ്രീജിത് പണിക്കർബായൊക്കെ ഇട്ട ഫോട്ടോ ഉള്ള 2 രണ്ടുപേരെ എനിക്ക് വ്യക്തിപരമായി അറിയാം. അവർ 2 അത്യാവശ്യം നല്ല ഹിന്ദുക്കളാണെങ്കിലും മറ്റേയാൾ അത്യാവശ്യം ഒരു വലത് സ്പിരിറ്റ് ഉള്ള ആൾ കൂടിയാണ്. ഇവരെ അവിടെ വെച്ച് കണ്ടു, വിളിച്ചു. അത് ദുബായിൽ സ്ഥിരം നടക്കുന്ന ഒരു കാര്യം. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വിമർശന വിധേയമായി നിങ്ങൾ കാണിച്ചത് ഔചിത്യക്കുറവാണ്, തെറ്റാണ്, നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ വിമർശിക്കുന്നത് നല്ലതാണ്. പക്ഷേ അവരുടെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണം, അവരെ എന്താ പറയണേ, ഏതെങ്കിലും രീതിയിൽ അവർക്ക് ബാക്കി ജീവിതത്തിനും ജോലിക്കും ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരാണ്, നമ്മുടെ ആൾക്കാർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാകും. തന്നെ നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ ഇന്ത്യക്കാരാണ്. ആ ഒരു വികാരം അവർക്ക് ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? സാഹചര്യം എന്തായിരുന്നു അപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത് കൃത്യമായ ബോധ്യത്തോടു കൂടിയുള്ള പ്രവൃത്തിയായിരുന്നില്ലേ? അപ്പോൾ അതെങ്കിലും അവർക്ക്, ആ ഔചിത്യബോധമെങ്കിലും അവർക്ക് കാണിക്കരുതായിരുന്നോ? കാരണം ഭാരതീയരാണ് നമ്മൾ എന്നുള്ളത്. പാകിസ്ഥാനെ നമ്മൾ വിലക്കിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടന്നു കഴിഞ്ഞിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ അതിശക്തമായി ഭാരതം അപലപിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അവർ ഭാരത വിരുദ്ധത മാത്രം വിളമ്പുന്ന ഒരു വ്യക്തിയെ അവരുടെ അതിഥിയായി ക്ഷണിച്ചിരിക്കുന്നത്. അതിൽ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അഫ്രീദി 2016 മുതൽ കാശ്മീരിന്റെ സ്വതന്ത്രമാകണമെന്ന് വാദിക്കുന്ന ആളാണ്. പാകിസ്ഥാനിലെ വലിയൊരു വിഭാഗം ആൾക്കാർക്ക് അഫ്രീദിയെ ഇഷ്ടമല്ലാത്തതിന്റെ കാരണം പാകിസ്ഥാന്റെ കൂടെ കാശ്മീർ ചേരണമെന്നല്ല, ആസാദ് കാശ്മീരിന് വേണ്ടി വാദിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ചത് തീവ്രവാദ പ്രശ്നം തന്നെയാണ്. ആസാദ് കാശ്മീരിലാണെങ്കിലും പാക് കാശ്മീരിലാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് കാശ്മീരും കാശ്മീരികളും നമ്മുടെയാണ്. നമ്മുടെ 1 ഇഞ്ച് മണ്ണ് നമ്മൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടുള്ളവരാണ്. അഫ്രീദി അവിടെ നിൽക്കുന്ന എന്താ പറയുക, അഫ്രീദി ആ രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. പുള്ളി ചെയ്യുന്ന തെറ്റാണ്. പാകിസ്ഥാൻ ജയിച്ചില്ലെന്ന് പാകിസ്ഥാനിലെ കുട്ടികൾക്ക് പോലും അറിയാം. ഒരു കൗതുകമുള്ള കാര്യം കൂടെ പറയാം. പാകിസ്ഥാനിൽ യഥാർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട അവിടുത്തെ ലാൽ മസ്ജിദിലെ ഇമാം അടക്കമുള്ളവരാണ്. അവർ പറയുന്നുണ്ട് പാകിസ്ഥാനി ഗവൺമെന്റ് ചെയ്യുന്ന തെറ്റാണ്, ഇന്ത്യൻ ഗവൺമെന്റ് ആണ് ശരി. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇസ്ലാമാബാദിലെ ലാൽ മസ്ജിദിലെ പ്രധാന ഇമാം പാകിസ്ഥാനിലെ യുവാക്കളോട് പറയുന്നത്, നിങ്ങൾ പാകിസ്ഥാനെ ഈ യുദ്ധത്തിൽ സപ്പോർട്ട് ചെയ്യരുത്, പാകിസ്ഥാൻ ഗവൺമെന്റ് ആണ് നമുക്ക് ദോഷം ചെയ്യുന്നത്, ഇന്ത്യൻ ഗവൺമെന്റ് അല്ല എന്ന്. അവിടുത്തെ ഒരുപാട് അങ്ങനെ മോഡറേറ്റ് വോയിസുകളുണ്ട്. ദുബായിലൊക്കെ പോയ പാകിസ്ഥാനി ഡ്രൈവേഴ്സ് ആണ് ഫുള്ള്. അവിടുത്തെ ടാക്സിയിൽ മുഴുവൻ പാകിസ്ഥാനി ഡ്രൈവേഴ്സാണ്. ഞാൻ പലരുടെയും വീഡിയോ എടുത്തിട്ടുണ്ട്. അവരിൽ 99% ഇന്ത്യയുടെ, അതായത് ഇന്ത്യ ഇതിന്റെ വിക്റ്റിമാണ്, തീവ്രവാദത്തിന്റെ വിക്റ്റിമാണ്, ഈ ദേശദ്ഗദ് അല്ലെങ്കിൽ ഈ തീവ്രവാദികളെന്ന് അവരെ അനാവശ്യമായി ഉപദ്രവിക്കുന്നതാണെന്ന് പറയുന്നവരാണ്. അപ്പോൾ അഫ്രീദിയെ അവർ കണ്ടപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിട്ടേ കണ്ടുള്ളൂ. അതിനൊരു അനൗചിത്യം ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റില്ല. പക്ഷെ പാവങ്ങളാണ്, ഗൂഢാലോചനയൊന്നും നടത്തിയതല്ല, മുമ്പേ പ്ലാൻ ചെയ്ത് വിളിച്ചതല്ല, പെട്ടെന്ന് കണ്ടു വിളിച്ചു. ഇത്രയും വലിയ പ്രശ്നമാവെന്ന് അറിഞ്ഞില്ല. അതുകൊണ്ട് അവർ അപ്പോളജി പറഞ്ഞുകൊണ്ട് ക്ഷമ കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ നാട് കാണിക്കണം. അവരൊക്കെ ക്ഷമിക്കാനുള്ള, മാപ്പ് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ നാട് കാണിക്കണം.